വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. പല്ല് തേച്ചാലും നാവ് വടിക്കാറുണ്ടോ? മടിയാണോ? ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുമാറുകയില്ല. പല്ല് തേച്ചാലും പലരും നാവ് വടിക്കാറില്ല. ചെറുപ്പം മുതൽ തന്നെ നാവ് വടിക്കാൻ മടി കാണിക്കുന്നവരും ഉണ്ട്. ചിലർ പറയും നാവ് വടിച്ചില്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് കൃത്യത ഉണ്ടാവില്ലെന്ന്. എന്നാൽ ഇത് മാത്രമല്ല കാരണം. നിങ്ങളുടെ ഓറൽ ഹെൽത്തിനെ ഇത് കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും. വാ തുറന്ന് പൊട്ടിച്ചിരിക്കണമെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. കാരണം വാ തുറക്കുമ്പോൾ വായുനാറ്റം വരാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പല്ല് തേക്കുന്നത് മാത്രമല്ല ദന്തശുചിത്വം എന്ന് പറയുന്നത്. ആരോഗ്യവും തിളക്കമുള്ള പല്ലുകളിൽ ലഭിക്കാൻ ദിവസവും പല്ല് തേക്കേണ്ടത് വളരെ പ്രധാനമാണ്. രണ്ടു നേരം പല്ല് തേക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പല്ല് പോലെ തന്നെ നാവിന്റെ ശുചിത്വവും വളരെ പ്രധാനമാണ്. പക്ഷെ ദിവസവും നാക്ക് വടിക്കാമോ എന്ന സംശയം പലർക്കുമുണ്ട്. നാക്ക് വടിച്ചാൽ നാവിലെ ടേസ്റ്റ് ബഡ്സ് പോകുമെന്നാണ് പൊതുവെ ഉള്ള ധാരണ. ഇതൊരു പരിധി വരെ ശരിയാണെങ്കിലും നാവിന്റെ ശുചിത്വം വളരെ പ്രധാനമാണ്. നമ്മൾ പല്ല് കാത്തു പരിപാലിക്കുന്നത് പോലെ തന്നെ നാവിന്റെ ആരോഗ്യം നോക്കേണ്ടതും അനിവാര്യമാണ്. പതിവായി നാക്ക് വടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നാവ് കൃത്യമായി വടിക്കാതിരുന്നാലും പണിയാണ്. ഇവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ദന്തശുചിത്വം? വായുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനുള്ള അടിസ്ഥാന രീതിയാണ് ദന്തശുചിത്വം. പല്ല് തേക്കുന്നതും നാക്ക് വടിക്കുന്നതും മോണയുടെ സംരക്ഷണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വായിലെ ബാക്ടീരിയകൾ, ദുർഗന്ധം എന്നിവയൊക്കെ ഒഴിവാക്കാനാണ് ദന്ത സംരക്ഷണം നടത്തുന്നത്. പലപ്പോഴും നാക്ക് വടിക്കാതിരിക്കുന്നത് വായിൽ ബാക്ടീരിയ കെട്ടിക്കിടക്കാൻ ഇടയാക്കുന്നു. ഇത് മറ്റ് ദന്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പലർക്കുമുള്ള പ്രധാന സംശയങ്ങൾ ഒന്നാണ് ദിവസവും നാക്ക് വടിക്കുന്നത് ശരിയാണോ എന്നത്. പലരും ഇത് ചെയ്യാറില്ല എന്നതാണ് മറ്റൊരു സത്യം. കുളിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുന്നത് പോലെ നാക്ക് വടിക്കുന്നതും വളരെ പ്രധാനമാണ്. നാക്കും ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നാക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ മടിക്കരുത്. നാക്ക് വടിക്കുന്നതിൽ പലർക്കും സംശയങ്ങളും ഉണ്ട്. നാക്കിൽ അടിഞ്ഞിരിക്കുന്ന ബാക്ടീരിയയും ഭക്ഷണ പദാർത്ഥങ്ങളെ ഇളക്കിക്കളയാനാണ് നാക്ക് വടിക്കുന്നത്. ഈ ബാക്ടീരിയകളാണ് പിന്നീട് പല്ലിനെ കേടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാക്ക് വടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നാക്ക് വടിക്കുമ്പോൾ ചില രുചിമുകളങ്ങൾ ഇളകി പോകുമെങ്കിൽ അത് വീണ്ടും തിരിച്ചു വരുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ നാക്ക് വടിക്കുന്നതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വായുനാറ്റം ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങൾ ഒന്നാണ് വായുനാറ്റം. രണ്ടു നേരം പല്ല് തേച്ചാലും വായുനാറ്റം മാറണമെന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ നാവിലും പറ്റിപ്പിടിച്ചിരിക്കും. അതുപോലെ നാവിൽ ലാക്ടോബസിലി പോലുള്ള ധാരാളം ബാക്ടീരിയകളും അടങ്ങിയിരിക്കുന്നു. ഈ ബാക്ടീരിയകൾ കൃത്യമായി നീക്കം ചെയ്തില്ലെങ്കിൽ വായുനാറ്റത്തിന് കാരണമാകുന്നു. ആയതിനാൽ ഒരു നേരമെങ്കിലും നാവ് വടിക്കേണ്ടത് അനിവാര്യമാണ്. പല്ലിൽ കേടുണ്ടാകുക. പല കാരണങ്ങൾ കൊണ്ട് പല്ലിൽ കേടുവരാം. ചിലർക്ക് കാൽസ്യക്കുറവ് ഉള്ളത് മൂലവും പല്ലിൽ കേടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കൃത്യമായി പല്ല് തേക്കാത്തത് മൂലവും നാവ് വൃത്തിയാക്കാത്തത് മൂലവും പല്ലിൽ കേടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിൽ തന്നെ നാവിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നത് പല്ലിൽ കേടുവരുന്നതിന് കാരണമാകുന്നു. അതുപോലെ ലാക്ടോബസിലി പോലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യവും പല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമാണ്. രോഗപ്രതിരോധ ശേഷി. നാവ് കൃത്യമായി വൃത്തിയാക്കാതിരിക്കുന്നത് വായിൽ ബാക്ടീരിയകൾ പെരുകുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ ബാക്ടീരിയകൾ പെരുകുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്നതിന് പ്രധാന കാരണമാകുന്നു. ദഹന പ്രശ്നങ്ങൾ. ഇന്ന് പലരിലും പതിവായി കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ദഹന പ്രശ്നം. ദഹന പ്രശ്നങ്ങളുടെ ഭാഗമായി അസിഡിറ്റി, പുളിച്ചുതകട്ടൽ എന്നിവ ഉണ്ടാകുന്നു. നല്ല ആഹാരം കഴിച്ചാലും നാവ് കൃത്യമായി വൃത്തിയാക്കുന്നില്ലെങ്കിൽ ഇത് ദഹന പ്രശ്നത്തിലേക്ക് നിങ്ങളെ നയിക്കാം. കാരണം ഉമിനീർ ഗ്രന്ഥിയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ദഹനം നടക്കൂ. ഇത് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നാവ് വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. നാവ് എങ്ങനെ വൃത്തിയാക്കാം? നാവ് വടിക്കുമ്പോൾ നാവിന്റെ പിറകിൽ നിന്നും മുന്നിലോട്ട് വടിക്കാൻ ശ്രദ്ധിക്കുക. അമർത്തി നാവ് വടിക്കരുത്. ഇത് നാവിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതിനും നാവിൽ നിന്നും തൊലി പോകുന്നതിനും കാരണമാകും. ആയതിനാൽ പെതുക്കെ സാവധാനത്തിൽ നാവ് വടിക്കുക. 2 അല്ലെങ്കിൽ 3 വട്ടം ടങ് ക്ലീനർ ഉപയോഗിച്ച് നാക്ക് വടിച്ചതിന് ശേഷം നന്നായി വായ കഴുകുക. ദിവസത്തിൽ 2 നേരം നാവ് വടിക്കുന്നതാണ് നല്ലത്. ഒരു നേരം മാത്രം നാവ് വടിച്ചാലും പ്രശ്നമില്ല. രാവിലെ നാവ് വടിക്കുക. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ് നന്നായി കഴുകിയാലും മതിയാകും. ദന്തശുചിത്വത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ. ദിവസവും 2 തവണ പല്ല് തേക്കുക. പല്ല് തേച്ചാൽ മാത്രം പോരാ. ഓയിൽ പുള്ളിങ്, നാക്ക് വൃത്തിയാക്കൽ തുടങ്ങിയ ദന്ത ശുചിത്വ രീതികൾ പിന്തുടരാൻ ശ്രമിക്കുക. പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങളെ ഒഴിവാക്കുക. മാസത്തിൽ ഒരിക്കൽ ദന്ത ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുക. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.